റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് ആ കേസ് അന്വേഷിക്കണം. അടി കിട്ടുന്ന പണിയാണ്. മറ്റ് സാക്ഷികളെ സ്വാധീനിപ്പിക്കണം. ആ കേസ് അവർ കുളമാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിജിറ്റൽ തെളിവുകൾ വന്നിട്ടുണ്ട്. ദിലീപിന് എതിരായിട്ടുള്ള ഒരുപാട് തെളിവുകൾ. വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അഡ്വക്കേറ്റ് ടി ബി ബിനി, നമുക്കറിയാം, നമ്മൾ നിത്യമായി ടി വി ചാനൽ ചർച്ചകളിൽ വളരെ കൃത്യമായി മാത്രം, വളരെ വാചാലമാകാതെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വർത്തമാനം പറയുന്ന, കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു വക്കീലാണ്. ഈ ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടായാലും ഈ പുതിയ വിജയബാബുവിനെ സംബന്ധിച്ചുള്ള കേസിലായാലും ഒക്കെ കൃത്യമായ നിലപാടുകളുമായി ഒക്കെ എത്തുന്ന ടി ബി മിനി എന്ന് പറയുന്ന വക്കീലിൻ്റെ ഓഫീസിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. മാഡം നമസ്കാരം. നമസ്കാരം. മാഡം, ഈ ധാരാളം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളാണ് വരുന്നത് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഒരു നടിയെ 5 വർഷം മുമ്പ് പീഡിപ്പിച്ച കേസ് ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്നു. അതിനുശേഷം വിജയബാബുവിൻ്റെ ഒരു കേസ് പൊങ്ങി വന്നു. അത് കഴിഞ്ഞ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ് WCC തന്നെ മുൻപോട്ട് വന്നു എന്ന് പറയുന്നു. മന്ത്രി പറയുന്നു ഇങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്താ മാഡത്തിന് പറയാനുള്ളത്? ഇതിൽ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട്, കുട്ടികളുടെ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരായിട്ട്, ഓരോ ഇത്തരം സിറ്റുവേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ നിരവധി നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അവിടെ ഈ നിയമങ്ങൾ ഉണ്ടായത് നടപ്പിലാക്കപ്പെടുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പല വിഭാഗത്തിലുള്ള ആളുകൾക്കും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നറിയില്ല. പല ആളുകളും നമ്മളുടേത് ഒരു പുരുഷാധിപത്യ സൊസൈറ്റിയാണ്. നമ്മൾക്ക് കുറേ സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മെയിൽ ഡോമിനേറ്റഡ് ആശയങ്ങളാൽ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പോൾ ആ സൊസൈറ്റിക്കുള്ളിൽ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ സച്ച് ഇതുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല ആരും. സൊസൈറ്റി തന്നെ അഡ്രസ്സ് ചെയ്യണില്ല എന്നുള്ള. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ നടക്കാനുള്ള സ്വാതന്ത്ര്യം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളുള്ള ഒരു വാക്കാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്.